ഈ ആനന്ദന്മാർക്കുള്ള പ്രശ്നം എന്താണ്? കണ്ടോളൂ ഒരു ആനന്ദനുള്ള പ്രശ്നം. കഥയുടെ പ്രധാന വഴിത്തിരിവിലാണ് വില്ലന്റെ പ്രവേശം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് തോക്കെടുക്കുന്ന സുരേഷ് ഗോപിയെ പോലെ സിനിമയിൽ വില്ലന്റെ വരവ് പെട്ടെന്നായിരുന്നു. തോക്കുമടിക്കാൻ പറ്റില്ല. എന്താണ് കാഴ്ചയിൽ തന്നെ റൗഡി ലുക്കുള്ള ഈ വില്ലൻ സ്വാമിയുടെ പേര് കണ്ണമ്മൂല ഭദ്രൻ എന്നാണ്. എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കെതിരായിട്ട് ഒരു വാർത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വന്ന് പറയാൻ പറഞ്ഞു. ഓഫീസിൽ വന്നപ്പോ അവിടെ നിന്ന് എന്നെ അവഗണിച്ച് വിട്ടു. സിനിമയുടെ സൗകര്യത്തിനു വേണ്ടി ഹിമവൽ ഭദ്രാനന്ദ എന്നാണ് ഭദ്രൻ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇടത് കൈയിൽ തോക്കും വടി പോലെ തേച്ചു നിർത്തിയ കാവിക്കുപ്പായവും ആവശ്യത്തിന് രുദ്രാക്ഷവും സമാസമം ചേർത്താൽ കണ്ണമ്മൂല ഭദ്രനെ സ്വാമി ഹിമവൽ ഭദ്രാനന്ദയാക്കാം. നന്മയുടെ മഹാസൂക്തങ്ങൾ ഉരുവിടാൻ അവതരിച്ച ഭദ്രന് പക്ഷേ നാവിൽ തെറി മാത്രമേ വരൂ. പോലീസുകാര് വരില്ലെന്നല്ല, ഞാൻ നല്ലവരായിട്ടുള്ള കുറെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് തന്നെ ഇരിക്കാം. ഞാൻ ആലുവ സി ഓഫീസിലായിരിക്കും. ആലുവ സി ഓഫീസിലല്ല. ആത്മഹത്യ ഭീഷണി മുഴക്കുകയല്ല, ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളിലൂടെ ചെയ്തു തീർക്കണം, അത്രേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സീനിൽ ഭദ്രൻ സ്വാമിയുടെ കയ്യിൽ നിന്നും തോക്കറിയാതെ പൊട്ടുമ്പോൾ വില്ലൻ കോമഡി ആർട്ടിസ്റ്റായി മാറുകയും ചെയ്യും. എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ജീവിക്കാനും സമ്മതിക്കില്ല, മരിക്കാനും സമ്മതിക്കില്ല. കേട്ടോ? അപ്പൊ ഭദ്രാനന്ദക്ക് അവസാനം വെടിവെട്ടിയപ്പോ പ്രശ്നം എന്താ? ജീവിക്കാനും സമ്മതിക്കൂല, മരിക്കാനും സമ്മതിക്കൂല. ഞാനിവിടെ ജീവിക്കാനെന്ന് വേഷം കെട്ടി നോക്കി, അതെന്തായാലും സമ്മതിക്കണില്ല. അവസാനം പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് തോക്ക് കാട്ടിയിട്ട് സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിനും സമ്മതിക്കൂല, ജീവിക്കാനും സമ്മതിക്കൂല, മരിക്കാനും സമ്മതിക്കൂല എന്ന് വെച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യലെന്നാണ് ഭദ്രാനന്ദൻ ചോദിക്കുന്നത്. പക്ഷേ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് 100% വിദ്യാഭ്യാസം നേടി എന്ന് പറയുന്ന സാംസ്കാരിക കേരളം എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ മണ്ണിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെന്നുകൊണ്ട് തന്റെ കയ്യിലുള്ള തോക്കെടുത്തുകൊണ്ട് തന്റെ മുന്നിലുള്ള നിയമപാലകന്മാരുടെ മുന്നിൽ വിലസുന്ന ഈ ആളുകൾ, ഈ ആനന്ദന്മാർ, ഈ സ്വാമിമാർക്ക് ഈ രൂപത്തിൽ വളർച്ചയുള്ള മണ്ണായി എന്തുകൊണ്ട് കേരളം മാറി? അവിടെയും ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കറിയാം, വർഗീയതയ്ക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് കൊച്ചു കേരളം. വർഗീയതയ്ക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണ്. മാത്രമല്ല, ആ വർഗീയതയുടെ പേരിൽ, ആ ഭീകരവാദത്തിന്റെ പേരിൽ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമൂഹം, ആ സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹമാണ്. ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയ്യിലൊരു തോക്കുമായി ദാടി വെച്ച ഒരു മുസ്ലിം ആയിരുന്നെങ്കിലോ സംഗതി മാറുമായിരുന്നു. തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു, വലിയ അന്വേഷണങ്ങൾ നടക്കുമായിരുന്നു. പക്ഷേ ഭദ്രാനന്ദയുടെ പിന്നിൽ നടന്ന അന്വേഷണം എന്താണ്? ഭദ്രാനന്ദയ്ക്ക് പിന്നിൽ നടന്ന അന്വേഷണം എന്താണ്? ഒരാഗോള പ്രതിഭാസമായി ഈ രൂപത്തിൽ തോക്കെടുക്കൽ പ്രതിഭാസത്തെ കണ്ടുകൊണ്ട് ആഗോള തീവ്രവാദത്തിന്റെ ഭാഗമായി ഉള്ളെടുത്ത ഒരു പ്രസ്ഥാനമായി ചിന്തിക്കേണ്ട, എന്നാൽ അതിന് താഴെയുള്ള ഒരു നിലപാടെങ്കിലും സ്വീകരിക്കാൻ കേരള സമൂഹം തയ്യാറായോ? ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുവാൻ കേരള സമൂഹം പരിപൂർണമായി തയ്യാറെടുത്തുമോ എന്നിപ്പോഴും ഞാനും നിങ്ങളും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. സംസാരങ്ങൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നിയമപാലകന്മാരുടെ മുന്നിൽ പോയി പോലും മാരകായുധങ്ങൾ പ്രദർശിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തേണ്ടതല്ലേ? ഈ രൂപത്തിലുള്ള ആളുകളെ പിടിച്ചു കെട്ടേണ്ടതല്ലേ? ഈ രൂപത്തിലുള്ള ആളുകളെ പിടിച്ചു കെട്ടേണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? അതല്ല ഏതെങ്കിലും ഒരു ഭരണകൂടം മാത്രമാണോ? ഈ രൂപത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത്, ഈ രൂപത്തിലുള്ള ആളുകളെ നിലക്ക് നിർത്തേണ്ടത് ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സംഘടന ആളുകൾ മാത്രമാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് പൊതുജനം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്, ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഈ രൂപത്തിൽ ആരെങ്കിലും കണ്ടാൽ പോയി എടുത്തിട്ട് പെരുമാറണം എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്.
നേരെ മറിച്ച് മനുഷ്യർ നന്നാകണം, മനുഷ്യന്റെ ചിന്താഗതി നന്നാകണം, ധർമ്മം എന്താണെന്ന് ഓരോരുത്തരും പഠിക്കണം. തന്റെ വിശ്വാസവും താൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളും താൻ തന്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എന്ത് എന്ന് കൃത്യമായി പഠിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക. എങ്കിൽ മാത്രമേ ഈ കപടന്മാരെ പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിക്കൂ. അല്ലെങ്കിൽ ഇന്നൊരു ഭദ്രാനന്ദ നമ്മളാരും ഇതുവരെയും അറിയാതെ നമുക്കിടയിൽ ഊരു ചുറ്റി വളർന്നു വന്നുവെങ്കിൽ, ആ ഭദ്രാനന്ദ പിടിക്കപ്പെട്ടുവെങ്കിൽ അതിന് പിന്നാലെ അടുത്ത ഭദ്രാനന്ദമാർ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഭദ്രാനന്ദമാരെ ഏറ്റു നടക്കുന്ന ഒരു സമൂഹം ഇവിടെ അവശേഷിക്കും. അതുണ്ടാകാൻ പാടില്ല. ഈ രൂപത്തിലുള്ള കപടന്മാരെ ഏറ്റു നടക്കുന്ന ഒരു സമൂഹം ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് ഏറ്റവും വലിയ ചൂഷണമാണ്, ഏറ്റവും വലിയ അക്രമമാണ്, ഏറ്റവും വലിയ അനീതിയാണ്. ഒരു മനുഷ്യനെ എല്ലാ നിലക്കും ചതിക്കുന്ന പ്രവൃത്തി, അതിന് ഒരിക്കലും മതത്തിന്റെ അംഗീകാരമില്ല, പ്രവാചകന്മാരുടെ അംഗീകാരമില്ല, അതുപോലെ തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളുടെ അംഗീകാരമില്ല, ഒരിക്കലും ധാർമ്മികതയുടെ അംഗീകാരമില്ല. എന്നാൽ ഈ ധാർമ്മികതയുടെ പിന്നാമ്പുറങ്ങളിൽ അതിന്റെ മറപിടിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ കണ്ടറിഞ്ഞ് തിരുത്താൻ നമുക്ക് കഴിയണം. പ്രവാചകന്മാരെ നമുക്ക് അതിനു വേണ്ടി പഠന വിധേയമാക്കാം, ആ പ്രവാചകന്മാരെ നമുക്ക് മാതൃകയാക്കാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഹൽക്കായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടു. ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ ദിവസം സൂര്യഗ്രഹണം ബാധിച്ചു. തന്നെ സംബന്ധിച്ചിടത്തോളം മുതലെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു വേളയാണ്. ആ വേള മുതലെടുക്കാം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചോ? ഒരിക്കലുമില്ല. സൂര്യഗ്രഹണം ബാധിച്ചത് കണ്ടപ്പോ പ്രവാചകന്റെ അനുയായികൾ അവരേറ്റവും അധികം പ്രയാസം സഹിക്കുന്ന ഒരു സാഹചര്യമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ആളുകൾ തങ്ങളെ വഞ്ചിക്കുകയും ആക്രമിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാചകന്റെ മകനായ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ സൂര്യഗ്രഹണം ബാധിച്ച സന്ദർഭത്തിൽ പ്രവാചകന്റെ അനുയായികൾ ആവേശം മൂത്ത് പറഞ്ഞുപോയി, കണ്ടോ, ഞങ്ങളുടെ നേതാവിന്റെ മകൻ മരിച്ചപ്പോൾ സൂര്യൻ പോലും കരയുകയാണ്. ജനങ്ങൾക്കിടയിൽ അത്തരത്തിലൊരു ചർച്ച വന്നു, സംസാരമുണ്ടായി. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞു. പ്രവാചകൻ ആ സമയത്ത് പള്ളിയിലേക്ക് ഓടി എന്ന് ഹദീസിന്റെ താളുകളിൽ കാണാം. പ്രവാചകൻ എങ്ങനെ പള്ളിയിലേക്ക് ഓടുമ്പോ റസൂലുള്ളാഹിന്റെ വസ്ത്രം നിലത്തെഴിയുന്നുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാം. നെരിയാണിക്ക് താഴെ വസ്ത്രമിറക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം നിലത്തെഴിഞ്ഞു എന്ന് ഹദീസിന്റെ താളുകളിൽ കാണുന്നുവെങ്കിൽ പ്രവാചകൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഓടുന്ന ആ വേളയിലാണ്. കാരണം തന്റെ വസ്ത്രം പോലും പ്രവാചകൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. പ്രവാചകൻ ഓടി പള്ളിയിലെ മിമ്പറിലേക്ക് കയറി വിളിച്ചു പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തം മാത്രമാണ്. ഒരുത്തന്റെ ജീവിതവുമായി ഒരുത്തന്റെ മരണവുമായി അതിന് യാതൊരുവിധ ബന്ധവുമില്ല. അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചതെങ്കിലോ ഈ രൂപത്തിൽ മതത്തിന്റെ തണലിൽ കടന്നു വരുന്ന കള്ളപുരോഹിതന്മാർ, കള്ളസ്വാമിമാർ, കള്ളത്തങ്ങന്മാർ, കള്ളശൈഖുമാർ, കള്ളബീവിമാർ തന്റെ ജീവിതത്തിൽ എന്ത് ചെറിയ നിസ്സാരമായി തനിക്കുണ്ടാകുന്ന ഏത് പ്രതിഭാസത്തെയും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മനോരോഗങ്ങളെ പോലും അത്ഭുതമായി ദിവ്യാത്ഭുതമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഇടം തേടുന്ന കാഴ്ച നാം കാണുകയാണ്. പലപ്പോഴും അങ്ങനെയുള്ളവർ ഈ സമയത്ത് വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി വിചാരണ ചെയ്യപ്പെട്ട ഒരു ബാബയെ നിങ്ങൾ കണ്ടോളൂ. പെരുമ്പാവൂരിലെ ഒരു പള്ളിയിൽ നിന്നും മഹാന്മാരുടെ ആത്മാക്കൾ ദേഹത്ത് പ്രവേശിച്ചെന്നും അതിന്റെ അനുഗ്രഹത്താൽ ലിബാസിന് അമാനുഷിക കഴിവുകൾ ലഭിച്ചെന്നുമാണ് ഇയാളുടെ കുടുംബം നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ദിനംപ്രതി എന്നോണം നൂറുകണക്കിന് പേരാണ് ബാവ എന്നറിയപ്പെടുന്ന ഇയാളെ കാണാൻ ഈ വീട്ടിലെത്തുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത ഒട്ടേറെ പേർക്ക് തന്റെ അനുഗ്രഹത്താൽ സന്താന സൗഭാഗ്യം ഉണ്ടായെന്നാണ് ബാവ അവകാശപ്പെടുന്നത്. പുതപ്പുകൊണ്ട് തലമൂടി നാരങ്ങാനീരിലും തേങ്ങയിലും മന്ത്രമോദി ഭക്തർക്ക് നൽകുകയാണ് ബാവയുടെ പ്രധാന പരിപാടി. പള്ളികളിലൊക്കെ നമ്മൾ സിയാർത്തായിട്ടൊക്കെ ഞാൻ വലിയപ്പായിട്ട് ഒരുപാട് പോകുമായിരുന്നു. അങ്ങനെ പോയി അങ്ങനെ കിട്ടിയാണ് പെരുമ്പാവൂർ പള്ളിയിലെ ഒരു അനുഗ്രഹം കിട്ടിയാണ്. അത് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. കുടുംബം മെയിനായിട്ടൊരു വിളക്കാണ് കൊണ്ടുവരുന്നത്, അത് കൊണ്ടുവരും. പിന്നെ എല്ലാ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടം വെക്കുന്നു, അതിനുള്ള ഓഫർ ചെയ്യും, അങ്ങനെ ചെയ്തിട്ടുള്ള ഇതല്ല. അതേസമയം വ്യാജ പരിവേഷത്താൽ തട്ടിപ്പ് നടത്തി ഭാവിയും കുടുംബവും ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു.